ഉദാഹരണത്തിന് നമ്മുടെ ഇപ്പം രാജീവ് ചന്ദ്രശേഖർ നേമത്ത് മത്സരിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് പഴയ പ്രസിഡന്റുമാർ നമ്മുടെ സുരേന്ദ്രൻ തുടങ്ങി, കൃഷ്ണദാസ് തുടങ്ങി. സാറി പറഞ്ഞതുപോലെ എത്ര വരുമ്പോഴും നമ്മൾ ബാക്കി രണ്ട് പാർട്ടികളെ വെച്ച് നോക്കുമ്പം നേതാക്കന്മാരുടെ കാര്യത്തിൽ നമ്മൾ ഈ പറയുമ്പോൾ ആൾക്കാർ കേൾക്കുമ്പോൾ സ്വീകരിക്കത്തില്ലെങ്കിലും BJPക്ക് അതിന്റെ കുറവുണ്ട്. കാരണം ജനങ്ങൾക്കിടയിൽ ഇറങ്ങി പറയാൻ പറ്റുന്നതും ജനങ്ങൾ അക്സെപ്റ്റ് ചെയ്യുന്നതുമായിട്ടുള്ള നേതാക്കന്മാരുമാണ്. ഇപ്പോൾ ശോഭാ സുരേന്ദ്രന്റെ പേര് പറഞ്ഞാൽ നമ്മൾ അക്സെപ്റ്റ് ചെയ്യും, സുരേന്ദ്രന്റെ പേര് പറഞ്ഞാൽ അക്സെപ്റ്റ് ചെയ്യും. പിന്നെ നമ്മുടെ ഗവർണർ ആയിട്ടുള്ള അല്ലെങ്കിൽ കുമ്മനം രാജശേഖരനോ അവരോജോ അങ്ങനെ അറിയാവുന്ന ആൾക്കാർ. അല്ലാതെ ഈ 140 ഇടത്തും സ്ഥാനാർത്ഥികളെ ബാക്കി രണ്ട് പാർട്ടിക്കകത്ത് ഒരു തീരുമാനിക്കുമ്പോൾ അവർക്ക് 1-3 തീരുമാനിക്കാൻ പാടാ. BJP ബാക്കി ഈ പാടാ. അപ്പൊ അവരെന്ന് പറഞ്ഞാൽ ഈ കരുതലോടുകൂടി തീരുമാനമെടുക്കും. അതായത് കരുതലോടുകൂടി തീരുമാനമെടുത്താൽ കാര്യങ്ങൾ എളുപ്പമാകും എന്നുള്ളതിന് ഉദാഹരണമാണ് ഈ തിരുവനന്തപുരം. കാരണം എന്താന്ന് വെച്ചാൽ സാറ് നമ്മൾ പഠിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ തിരുവനന്തപുരം അത്ര നിസ്സാര സ്ഥലമല്ല. ഈ നമ്മൾ ഇപ്പൊ ജയിച്ചു എന്നുള്ള കാര്യം ശരിയാ. ഈ നിസ്സാരവാ തിരുവനന്തപുരത്ത് നിന്ന് CPM-ന്റെ കയ്യിൽ നിന്ന് പിടിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ അല്ലല്ല, വളരെ കാലം കൊണ്ട് അവർ കിടന്ന് പാടുപെടുന്നല്ലേ. കാരണം BJP ഇവിടെ കുറവുണ്ടായത് കൊണ്ടല്ല. കാരണം അവർക്ക് അവസാനം ഒരു അടവുണ്ട് ഈ CPM. നമ്മൾ എത്ര പറയുമ്പോൾ കേരളത്തിൽ അത് അവർക്കറിയാം. ഈ അത്രയും വേറെ പ്രഗത്ഭരായിട്ടുള്ള ബാക്കി രണ്ട് പാർട്ടിക്കും ആ അടവ് അറിയത്തില്ല. അവസാനം ഒരു അടവുണ്ട്, നമ്മൾ ഈ പൂഴിക്കടം എന്ന് പറയുന്നതൊക്കെയുള്ള ഒരു അടവ്. ഏതടവ് എടുത്ത് അവർ ജയിക്കുന്ന ഒരവസ്ഥ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.